നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് കേരള ജിയോഗ്രഫി, അണക്കെട്ട്, ജലവൈദ്യുത പദ്ധതികൾ, ധാതുക്കൾ. കേരളത്തിൽ ജലസേചനാർത്ഥമുള്ള അണക്കെട്ടുകളുടെ എണ്ണം 18. കേരളത്തിലെ പ്രധാന ജലസ്രോതസ് കിണർ. കേരളത്തിൻ്റെ ഗുണനിലവാര പരിശോധന രേഖപ്പെടുത്തിയ വാട്ടർ കാർഡ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്ത് കുന്നമംഗലം, കോഴിക്കോട്. ജലത്തിൻ്റെ ഗുണനിലവാര പരിശോധന രേഖപ്പെടുത്തിയ വാട്ടർ കാർഡ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്ത് കുന്നമംഗലം, കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാർ, 1895, ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാർ, ഇടുക്കി. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ, 1955, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട്, പാലക്കാട് ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലറ, കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലറ, കൊല്ലം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലസേചന അണക്കെട്ട് തെന്മല. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് ചെറുതോണി. ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ചെറുതോണി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദിയാണ് ഭാരതപ്പുഴ. ജപ്പാൻ ബാങ്കിൻ്റെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന ജലവിതരണ പദ്ധതിയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി. ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതി ജലനിധി. ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതിയാണ് ജലനിധി. കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ള കൊയ്ത്ത് പദ്ധതി വർഷ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി. കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ എത്ര ശതമാനമാണ് ജലവൈദ്യുതി? 69%. കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ എത്ര ശതമാനമാണ് ജലവൈദ്യുതി? 69%. KSEB സ്ഥാപിതമായത് 1957 മാർച്ച് 31. KSEB സ്ഥാപിതമായത് 1957 മാർച്ച് 31. KSEBയുടെ ആപ്തവാക്യം കേരളത്തിൻ്റെ ഊർജം. KSEBയുടെ കീഴിൽ 23 ജലവൈദ്യുത പദ്ധതികളും 2 ഡീസൽ പവർ പ്ലാന്റുകളും 1 കാറ്റാടി പാമ്പുമുണ്ട്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. ജലസേചന പദ്ധതികളുള്ളത് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ, 1940. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, 1940. പള്ളിവാസൽ പദ്ധതിയിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്കൊഴുകുന്ന വെള്ളവും മുതിരപ്പുഴയിലെ വെള്ളവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിൽ. പള്ളിവാസൽ പദ്ധതിയിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്കൊഴുകുന്ന വെള്ളവും മുതിരപ്പുഴയിലെ വെള്ളവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിൽ. പള്ളിവാസൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുതി പദ്ധതി ആരംഭിച്ച കമ്പനി കണ്ണൻ ദേവൻ കമ്പനി, 1900. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുതി പദ്ധതി ആരംഭിച്ച കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി, 1900. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം, 1954. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിൻ്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിൻ്റെ പോഷക നദി മുതിരപ്പുഴ.
കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപ്പാദന ശേഷി 780 മെഗാവാട്ടാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപ്പാദന ശേഷി 780 മെഗാവാട്ട്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി 1972. കോഴിക്കോട് ജില്ലയിലെ ഉറുമി 1, 2 എന്നീ ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ചൈന. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി വിതരണം തുടങ്ങിയത് തിരുവനന്തപുരം 1929. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി വിതരണം തുടങ്ങിയത് തിരുവനന്തപുരം 1929. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ, കുത്തുങ്കൽ. മണിയാർ പത്തനംതിട്ട, കുത്തുങ്കൽ ഇടുക്കി. കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ മണിയാർ, കുത്തുങ്കൽ. സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ, രാജാക്കാട്, ഇടുക്കി. സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം, ഇടുക്കി. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. കേരളത്തിൽ വൈദ്യുത വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂർ. പെരിങ്ങൽകുത്ത് ഇടതുകര ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. 1957 മാർച്ച് 5. പെരിങ്ങൽകൂത്ത് ഇടതുകര ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്. ഏത് ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണികളാണ് പമ്പ നദിയിലും കക്കി നദിയിലും സ്ഥിതി ചെയ്യുന്നത്? ശബരിഗിരി. 1966 ഏപ്രിൽ 18. പ്രധാന അണക്കെട്ടുകൾ നദി, ജില്ല. മലമ്പുഴ അണക്കെട്ട്, ഭാരതപ്പുഴ നദി, പാലക്കാട്. മംഗളം, ഭാരതപ്പുഴ, പാലക്കാട്. ചുള്ളിയാർ, ഭാരതപ്പുഴ, പാലക്കാട്. പോത്തുണ്ടി, ഭാരതപ്പുഴ, പാലക്കാട്. വാളയാർ, ഭാരതപ്പുഴ, പാലക്കാട്. പറമ്പിക്കുളം അണക്കെട്ട്, പറമ്പിക്കുളം നദി, പാലക്കാട്. ഷോളയാർ, ചാലക്കുടി പുഴ, തൃശ്ശൂർ. പെരിങ്ങൽകുത്ത്, ചാലക്കുടി, തൃശ്ശൂർ. പീച്ചി, മണലിപ്പുഴ, തൃശ്ശൂർ. തെന്മല പാരപ്പാർ, കല്ലടയാർ, കൊല്ലം. അരുവിക്കര അണക്കെട്ട്, കരമനയാർ, തിരുവനന്തപുരം. പേപ്പാറ, കരമന, തിരുവനന്തപുരം. നെയ്യാർ, തിരുവനന്തപുരം. കുറ്റ്യാടിപ്പുഴ, കോഴിക്കോട്. കക്കി ഡാം, പമ്പ നദി, പത്തനംതിട്ട ജില്ല. ഇടുക്കി ഡാം, പെരിയാർ നദി, ഇടുക്കി ജില്ല. കുണ്ടള, പെരിയാർ, ഇടുക്കി. മാട്ടുപ്പെട്ടി, പെരിയാർ, ഇടുക്കി. നേര്യമംഗലം, പെരിയാർ, ഇടുക്കി. ചെറുതോണി, പെരിയാർ, ഇടുക്കി. പഴശ്ശി, വളപട്ടണം, കണ്ണൂർ. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് കല്ലട ജലവൈദ്യുത പദ്ധതി. 1994 ജനുവരി 5. പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1996 ജൂൺ 5. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൂലമറ്റം, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൂലമറ്റം, ഇടുക്കി. നേര്യമംഗലം ജലവൈദ്യുതി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലി. നേര്യമംഗലം ജലവൈദ്യുതി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലി. കേരളത്തിൽ രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരണ യോജന നടപ്പിലാക്കുന്ന ജില്ലകൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്,
ഇടുക്കി. പ്രധാന ജലവൈദ്യുത പദ്ധതികൾ: അണക്കെട്ട്, നദി, ജില്ല. കല്ലട, കല്ലടയാർ, കൊല്ലം. ശബരിഗിരി, പമ്പ നദി, പത്തനംതിട്ട ജില്ല. ഇടുക്കി, പെരിയാർ, ഇടുക്കി. ചെങ്കുളം, മുതിരപ്പുഴ, ഇടുക്കി. പള്ളിവാസൽ, മുതിരപ്പുഴ, ഇടുക്കി. പന്നിയാർ, പന്നിയാർ, ഇടുക്കി. ലോവർ പെരിയാർ, കല്ലാർ, ഇടുക്കി. മാട്ടുപ്പെട്ടി, പെരിയാർ, ഇടുക്കി. കുത്തുങ്കൽ, പന്നിയാർ, ഇടുക്കി. ഷോളയാർ, ചാലക്കുടി നദി, തൃശ്ശൂർ. പെരിങ്ങൽകുത്ത്, ചാലക്കുടി നദി, തൃശ്ശൂർ. കുറ്റ്യാടി, കുറ്റ്യാടിപ്പുഴ, കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം NTPC താപനിലയം. രാജീവ് ഗാന്ധി കമ്പൈൻമെൻറ്റ് സൈക്കിൾ പവർ പ്രോജക്റ്റ്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം NTPC താപനിലയം. കായംകുളം NTPC താപനിലയം പ്രവർത്തനം ആരംഭിച്ചത് 1999 ജനുവരി 17. രാജീവ് ഗാന്ധി കമ്പൈൻമെൻറ്റ് സൈക്കിൾ പവർ പ്രോജക്റ്റ് താപവൈദ്യുത നിലയത്തിൻ്റെ സ്ഥാപിത വൈദ്യുതോൽപാദന ശേഷിയാണ് 350 മെഗാവാട്ട്. ഏത് നദിയിലെ ജലമാണ് ഈ പ്രോജക്റ്റിൽ കൂളിംഗ് വാട്ടറായി ഉപയോഗിക്കുന്നത്? അച്ചൻ കോവിലാർ. രാജീവ് ഗാന്ധി കമ്പൈൻമെൻറ്റ് സൈക്കിൾ പവർ പ്രോജക്റ്റിൻ്റെ അസംസ്കൃത വസ്തു നാഫ്ത. KECBയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങൾ ബ്രഹ്മപുരം താപവൈദ്യുത നിലയം, നല്ലളം ഡീസൽ പവർ പ്രോജക്റ്റ്. KECBയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങളാണ് ബ്രഹ്മപുരം, നല്ലളം. കുറഞ്ഞ നിരക്കിൽ LED ബൾബുകൾ ജനങ്ങളിൽ എത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഉജ്ജാല ആഗോളതലത്തിൽ നടപ്പാക്കുന്നതിനായി ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട സംഘടനയാണ് അന്താരാഷ്ട്ര ഊർജ്ജ സംഘടന. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയമാണ് ബ്രഹ്മപുരം. 1999 കമ്മീഷൻ ചെയ്തു. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയം നല്ലളം ഡീസൽ പവർ പ്രോജക്റ്റ്. പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്, പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്, പാലക്കാട്. കഞ്ചിക്കോട് കാറ്റാടി ഫാം നിലവിൽ വന്നത് 1994 ഡിസംബർ 9. KECBയുടെ കീഴിൽ കാറ്റാടിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് കഞ്ചിക്കോട്. സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കാറ്റാടി ഫാമുകൾ രാമക്കൽമേട്, അഗളി. സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കാറ്റാടി ഫാമുകളാണ് രാമക്കൽമേട്, അഗളി. കഞ്ചിക്കോട്, പാലക്കാട്. അട്ടപ്പാടി, പാലക്കാട്. രാമക്കൽമേട്, ഇടുക്കി. അഗളി, പാലക്കാട്. 2008 ഏപ്രിൽ 27 രാഷ്ട്രത്തിന് സമർപ്പിച്ച കാറ്റാടിപ്പാടം വൈദ്യുത പദ്ധതിയാണ് രാമക്കൽ വൈദ്യുത പദ്ധതി. വെസ്റ്റാസ് വിൻഡ് ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാറ്റാടി ഫാമാണ് രാമക്കൽമേട്. സൂസ്ലോൺ എനർജി ലിമിറ്റഡിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാറ്റാടി ഫാമാണ് അഗളി. സൂസ്ലോൺ എനർജി ലിമിറ്റഡിൻ്റെ സ്ഥാപകൻ തുളസി താന്തി. കേരളത്തിലെ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പ്രദേശമാണ് വിഴിഞ്ഞം. 1991 കേരളത്തിൽ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പ്രദേശം വിഴിഞ്ഞം. പാരമ്പര്യേതര ഊർജ്ജ വികസനത്തിനായി സ്ഥാപിതമായ സ്വാതന്ത്ര്യാനന്തര സ്ഥാപകമാണ് അനേർട്ട്. 1986 ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി. അനേർട്ടിൻ്റെ കീഴിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. രണ്ടാം സ്ഥാനം പാലക്കാട്. 2001 എനർജി കോൺവെൻസേഷൻ ആക്ട് നടപ്പാക്കാൻ ചുമതലപ്പെട്ട സംസ്ഥാന സ്ഥാപനമാണ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ. കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി. കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് പെരുമാട്ടി. KECBയുടെ ആദ്യ സോളാർ പ്ലാന്റ് കഞ്ചിക്കോട്. KECBയുടെ ആദ്യ സോളാർ പ്ലാന്റ്
കഞ്ചിക്കോട്. 1938 ശേഷമാണ് കേരളത്തിൽ ആധുനിക വ്യവസായശാലകൾ സ്ഥാപിതമായത്. കേരളത്തിൽ ഓട് വ്യവസായത്തിന് തുടക്കം കുറിച്ചത് ബാസൽ മിഷൻ. കേന്ദ്ര നിക്ഷേപത്തിൻ്റെ തോതിൽ കേരളത്തിൻ്റെ സ്ഥാനം 17. കേന്ദ്ര നിക്ഷേപത്തിൻ്റെ തോതിൽ കേരളത്തിൻ്റെ സ്ഥാനം 17. കേരളത്തിലെ പ്രധാന ധാതുക്കൾ. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കളാണ് ഇൽമനൈറ്റ്, മോണസൈറ്റ്, സിലിക്കൺ, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, സിലിക്ക, സ്വർണം, രത്നം. കേരളത്തിൽ ഇൽമനൈറ്റ്, മോണസൈറ്റ്, സിലിക്കൺ എന്നിവയുടെ നിക്ഷേപമുള്ളത് ചവറ നീണ്ടകര പ്രദേശം. കേരളത്തിൽ ഇൽമനൈറ്റ്, മോണസൈറ്റ്, സിലിക്കൺ എന്നിവയുടെ നിക്ഷേപമുള്ളത് ചവറ നീണ്ടകര പ്രദേശം. ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത് കുമ്പള, നീലേശ്വരം, കാഞ്ഞങ്ങാട്. ചുണ്ണാമ്പ് കല്ലിൻ്റെ നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ പാലക്കാട്, കണ്ണൂർ ജില്ലകളിലെ ചില ഭാഗങ്ങളിലും തണ്ണീർമുക്കം, വയനാട്, വാടനാപ്പള്ളി, കൊടുങ്ങല്ലൂർ തുടങ്ങിയ പ്രദേശത്തും. കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് കുണ്ടറ, കൊല്ലം. കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് കുണ്ടറ, കൊല്ലം. കുണ്ടറ സിറാമിക്സിൻ്റെ അസംസ്കൃത വസ്തുവാണ് കളിമണ്ണ്. കുണ്ടറ സിറാമിക്സിൻ്റെ അസംസ്കൃത വസ്തു കളിമണ്ണ്. കേരളത്തിൽ സിലിക്ക നിക്ഷേപം കാണപ്പെടുന്നത് ആലപ്പുഴ, ചേർത്തല പ്രദേശം. ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകളാണ് കോഴിക്കോട്, മലപ്പുറം. ഇരുമ്പിൻ്റെ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകൾ കോഴിക്കോട്, മലപ്പുറം. മൈക്ക നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ മേപ്പാടി, വൈത്തിരി, മാനന്തവാടി, നിലമ്പൂർ. കേരളത്തിൽ രത്നക്കല്ലുകൾ കാണപ്പെടുന്ന പ്രദേശം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ കിഴക്കൻ പ്രദേശങ്ങൾ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ കിഴക്കൻ ഭാഗത്തുടനീളം കാണപ്പെടുന്ന രത്നക്കല്ല് ഇനങ്ങൾ മാർജാര നേത്രം, അലക്സാൻഡ്രൈറ്റ്. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ഇന്ധനധാതുവാണ് ലിഗ്നൈറ്റ്. ഗ്രാഫൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം. കേരളത്തിലെ ധാതു പര്യവേഷണത്തിന് നേതൃത്വം നൽകിയത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്, കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ.